ഹലോ നമസ്കാരം എല്ലാവർക്കും സുശാന്താണ്. തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു നല്ല ക്രാഷ് കാണിക്കുന്നു. ഏകദേശം നിഫ്റ്റിയിൽ 300 പോയിന്റിലധികം 260 പോയിന്റിലധികം 300 പോയിന്റിനടുത്ത് നഷ്ടം രേഖപ്പെടുത്തി കഴിഞ്ഞു ഓൾറെഡി. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമാണ് കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് 2-3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഇന്ത്യയിലും HPMP വൈറസ് ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 2ഓളം കേസുകൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ, കർണാടകയിൽ ഡിക്റ്റേറ്റ് ചെയ്തു. അതിന് മാർക്കറ്റ് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറമേ ഇപ്പോൾ ക്രൂഡിൻ്റെ വിലയിലും മാറ്റം വന്നിരിക്കുന്നു. ക്രൂഡിൻ്റെ വില $76-77 മുകളിലേക്ക് വന്നിരിക്കുന്നു. സോ അതൊരു കാരണമായിട്ട് നമുക്ക് വിലയിരുത്താം. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് Q3 റിസൾട്ട് അപ്ഡേറ്റുകൾ തന്നെയാണ്. ഇപ്പോഴും പല FMCG കമ്പനികളുടെയും ഡിമാൻഡ് ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ടല്ല കാണുന്നത്. ഡിമാൻഡ് ഇപ്പോഴും പ്രധാനപ്പെട്ട കൺസംഷൻ സ്റ്റോക്കുകളിലൊക്കെ തന്നെ നെഗറ്റീവായി തുടരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഡാബർ അടക്കം, ഡാബറിൻ്റെ ഔട്ട്ലുക്ക് നെഗറ്റീവായിരുന്നു. മാരിക്കോ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തു. സോ ഡിമാൻഡ് ഇപ്പോഴും അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിൽ അർബൻ ഏരിയയിൽ പിക്കപ്പ് ആവുന്നില്ല. അർബൻ ഏരിയയിൽ ഡിമാൻഡ് കുറഞ്ഞു വരുന്നു. ഇത് വീണ്ടും ഒരു Q3 സീസൺ നെഗറ്റീവായിട്ട് വരുമോ എന്നുള്ള സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിലുണ്ട്. അത് ഒരു കാരണമാണ്. ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. പിന്നെ പല ബാങ്കുകളും വന്നിരിക്കുന്ന ബിസിനസ് അപ്ഡേറ്റുകൾ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ അടുത്ത് ഉയർന്നില്ല എന്ന് വേണം പറയാം. പ്രത്യേകിച്ചും HDFC ബാങ്കിൻ്റെയും ഒക്കെ തന്നെ മാർക്കറ്റ് എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരിൽ നിന്നും Q3 ബിസിനസ് റിസൾട്ടായിട്ട് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു ഗൈഡൻസ്, പ്രത്യേകിച്ചും ക്രെഡിറ്റ് കോസ്റ്റ് കൂടുന്നു, ഡിസ്പേഴ്സ്മെൻറ്റ് അതായത് ലോൺ ഗ്രോത്ത് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സോ ഇതൊക്കെ കാരണമാണ് ഈ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വന്നിരിക്കുന്നത്. പിന്നെ FIS കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് സെല്ലിംഗ് സൈഡിൽ തന്നെയാണ്. അവർ തിരിച്ച് മാർക്കറ്റിലേക്ക് വരുന്നില്ല. അതും ഒരു കാര്യമാണ്. ഏകദേശം 4227 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വെള്ളിയാഴ്ച മാത്രം FISൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. സോ ക്രൂഡ് ഓയിൽ ഒരു വിഷയമാണ്. മാർക്കറ്റിലെ ഈ HMPV വൈറസിൻ്റെ കേസ് ഒരു പ്രധാനപ്പെട്ട എഫക്റ്റാണ്. കൺസംഷൻ സ്റ്റോക്കുകളിൽ വീണ്ടും ഡിമാൻഡ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ വർഷവും ഈ ക്വാർട്ടറിലും FMCG സെക്ടറിൽ ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആണോ, അല്ലെങ്കിൽ ഡാബർ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. കഴിഞ്ഞ Q2 റിസൾട്ടിലും ഡാബറിൻ്റെ റിസൾട്ട് മോശമായിരുന്നു. അല്ലെങ്കിൽ ഡാബറിൻ്റെ ഇപ്പോഴത്തെ ഔട്ട്ലുക്ക് പ്രകാരം അവരുടെ EPS ഗ്രോത്ത് സിംഗിൾ ഡിജിറ്റിലേക്ക് വരും എന്നുള്ളതാണ്. മാർജിൻ ഗ്രോത്ത് ഒക്കെ വരുന്നത് അത് വീണ്ടും വന്നിരിക്കുന്നു. ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിലും ഒരു നെഗറ്റീവ് ഔട്ട്ലുക്ക് വന്നിരിക്കുന്നു. ഇത് ബാങ്കുകളെ സംബന്ധിച്ചിട്ടും മറ്റു സെക്ടറുകളെ സംബന്ധിച്ചിട്ടും നെഗറ്റീവായിട്ട് വന്നേക്കാം. ഈ ഒരു Q3 ഏർണിംഗ് സീസണെ അനുബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഔട്ട്ലുക്കും കൂടിയാണ് മാർക്കറ്റിങ്ങിനെ നെഗറ്റീവായിട്ട് ഡിസ്കൗണ്ട് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ നിഫ്റ്റിക്ക് ഇനി പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ടുള്ളത് 23,400-450 ആണ്. കാരണം പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ടുള്ള 23,800-850 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. സോ 400-450